രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കിഴക്ക് ദിക്കിൽ ഒരു നക്ഷത്രം ഉദിച്ചു. ആ നക്ഷത്രം ഉദിച്ചത് വലിയ കൊട്ടാരത്തിന് മുകളിലൊന്നുമല്ല, എളിമയുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ മുമ്പിലേക്കാണ് ആ നക്ഷത്രം പറന്നിറങ്ങിയത്. ആ നക്ഷത്രത്തിൻ്റെ യാത്ര ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കയുടെ മണ്ണിൽ യുഗാണ്ട എന്ന രാജ്യത്തിൽ കെഗരാമ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഉദിച്ച ഈ നക്ഷത്രത്തിൻ്റെയും ആ നക്ഷത്രം കൊണ്ടുവരുന്ന സന്തോഷത്തിൻ്റെ ക്രിസ്മസ് അനുഭവങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ആഫ്രിക്കയിൽ യുഗാണ്ടയിലെ ഫോർട്ട് പോർട്ടൽ എന്ന രൂപതയിലെ ഒരു പുതിയ കത്തോലിക്ക ഇടവകയാണ് സെന്റ് മേരീസ് ഗ്രാമം. പള്ളികളും 4000-ലേറെ കുടുംബങ്ങളും 20,000-ലേറെ വിശ്വാസികളുമുള്ള ഈ രൂപതയിലെ ഒരു ചെറിയ ഇടവക, ഏകദേശം 40 കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരിടവക. പ്രകൃതി അനുഗ്രഹിച്ച മണ്ണാണ്. അധികം പേരും പാവപ്പെട്ടവരാണെങ്കിലും എന്നും മുഖത്ത് പുഞ്ചിരിയും ഹൃദയത്തിൽ ദൈവവിശ്വാസവും സൂക്ഷിക്കുന്ന ഒരു മനുഷ്യരാണ്. ഇവരുടെ അവശപാലന ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ 2 CMI വൈദികരാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ വർഷം വൈദിക പട്ടം സ്വീകരിച്ച ജസ്റ്റിൻ കൈവിലച്ചനും ഞാനും CMI സഭയുടെ മൂവാറ്റുപുഴ പ്രവിശ്യയുടെ ഒരു മിഷൻ സ്ഥലം കൂടിയാണിത്. ഇവിടെ ജനങ്ങൾക്ക് വിശ്വാസം എന്ന് പറയുന്നത് ഒരു ചടങ്ങല്ല, അതവരുടെ ജീവിതമാണ്. ലളിതമെങ്കിലും ദൃഢമായ വിശ്വാസം. 19 പള്ളികളിൽ പലതിനും മേൽക്കൂരയില്ല. നല്ല ഒരു തറയുള്ള പള്ളികൾ തന്നെ വളരെ കുറവാണ്. മൺതറയിൽ പുല്ല് വിരിച്ച് അവർ കുർബാനയ്ക്കൊരുക്കും. മഴക്കാലത്ത് പലപ്പോഴും ചെളിയിൽ നിന്ന് വിശുദ്ധ ബലിയർപ്പിക്കാറുണ്ട്. മഴ പെയ്യുമ്പോൾ ബലിയർപ്പിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പോലും അവിടുന്ന് മാറി നിൽക്കില്ല. അതാണ് അവരുടെ വിശ്വാസം. അവരുടെ കൊച്ചു നാണയങ്ങൾ ചേർത്ത് വെച്ച് ഒരുക്കിയെടുക്കുന്ന ദേവാലയങ്ങളാണിതെല്ലാം. നിർമ്മാണം തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞിട്ടും മേൽക്കുര വരെ എത്താത്ത ദേവാലയങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ കൃഷിസ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന കൊച്ചു കൊച്ചു സാധനങ്ങൾ ഓരോ ഞായറാഴ്ചയും വിശുദ്ധ ബലിക്ക് വരുമ്പോൾ വിറ്റ് ആ പണം കൊണ്ടാണ് അവർ ഈ ദേവാലയമൊക്കെ ഒരുക്കുന്നത്. ആ ദേവാലയങ്ങൾ നിർമ്മിക്കുന്നതിന് പുറകിൽ വൈദികരാരും ഉണ്ടായില്ല. അതെല്ലാം അവരുടെ വിശ്വാസമാണ്. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും പാറ പോലെ ഉറച്ച വിശ്വാസമുള്ള അനേകം മനുഷ്യരിവിടെയുണ്ട്. പഠിപ്പിക്കാനോ നയിക്കാനോ ആരുമില്ലെങ്കിലും നല്ല കാര്യങ്ങൾ പകർന്നു നൽകിയാൽ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു ജനമാണിത്. കഴിഞ്ഞ വർഷം ഒരു ക്രിസ്മസ് കാലത്താണ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത്. ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷം എന്താണെന്ന് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം കൗതുകകരമായിരുന്നു. ഞങ്ങൾക്ക് ക്രിസ്മസ് ദിനത്തിൽ ഒരു കുർബാനയ്ക്ക് ഒരു വൈദികൻ ഞങ്ങളുടെ ദേവാലയത്തിൽ വന്നാൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷം. കാരണം 2, 3, 4 മാസത്തിനുള്ളിൽ ഒരിക്കൽ മാത്രമാണ് അവർക്ക് കുർബാന കിട്ടുന്നത്. അതുകൊണ്ട് ഓരോ വിശുദ്ധ ബലിയും, പ്രത്യേകിച്ച് ക്രിസ്മസ് കാലത്തെ ഒരു വിശുദ്ധ ബലി എന്ന് പറയുന്നത് അതുതന്നെ ഏറ്റവും വലിയ ആഘോഷമാണ് ഇവർക്ക്. ദേവാലയത്തിന് മുമ്പിൽ ഒരു നക്ഷത്രം തൂക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കേട്ടുകേൾവി പോലും അവർക്കില്ല. അവസാനം ഇവിടുത്തെ യുവജനങ്ങളെ ചേർത്ത് പിടിച്ച് അവർ കൊണ്ടുവന്ന ഇല്ലിക്കമ്പിൽ ഉണ്ടാക്കിയ നക്ഷത്രം ദേവാലയത്തിൽ തൂക്കിയപ്പോൾ എല്ലാവർക്കും അതൊരു അതിശയവും കൗതുകവുമായിരുന്നു. അത് ഈ രൂപതയിലെ തന്നെ ആദ്യത്തെ ഒരു നക്ഷത്രമായി എന്നുള്ളതാണ് ചരിത്രം. ഉൾക്കൂടുണ്ടാക്കാൻ പദ്ധതിയിട്ടപ്പോൾ ആദ്യത്തെ വെല്ലുവിളി ഉൾക്കൂടിനുള്ളിൽ വെക്കാനുള്ള ഉണ്ണിയേശുവിൻ്റെയും മാതാവിൻ്റെയും യോസേപ്പ് പിതാവിൻ്റെയും ഒക്കെ രൂപങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. നമ്മുടെ ഇടവകയിലെ മറ്റ് ദേവാലയങ്ങളിലെല്ലാം
ഒരു കൊച്ചു കൃപുണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഈ കൊച്ചു രൂപങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെ വീടുകളിൽ നിന്ന് മാതാവിൻ്റെയും മറ്റു വിശുദ്ധരുടെയും ഒക്കെ രൂപങ്ങൾ എടുത്തുകൊണ്ടെന്നാണ് ഈ പുൽക്കുട്ടൽ അവർ വെച്ചത്. ഈ വർഷം നക്ഷത്രത്തെക്കുറിച്ചുള്ള ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവരിങ്ങോട്ട് വന്ന് ചോദിച്ചു. അവർ യൂട്യൂബിൽ നോക്കി നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്ന രീതി പഠിച്ച് പേപ്പറിൽ നക്ഷത്രം വെട്ടിയൊരുക്കി അവർ നക്ഷത്രം ഈ വർഷം ഒരുക്കി. ഈ വർഷത്തെ ക്രിസ്മസിന് ഈ ഇടവകജനം ഈ നാടിന് മറ്റൊരു വലിയ ക്രിസ്മസ് അനുഭവം കൂടി പങ്കുവച്ചു. വീടുകളിലും തെരുവുകളിലും കരോൾ നടത്തുക എന്ന ഒരു കാര്യം ഇവർക്ക് കേട്ടുകേൾവി പോലും ഉള്ള കാര്യമായിരുന്നില്ല. എന്നാൽ യൂട്യൂബിൽ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന കരോളിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരുടെ മനസ്സിലും ആ ഒരു സ്വപ്നം തളിരിട്ടു. പിന്നീട് അത് എത്രയും ഭംഗിയായിട്ട് നടത്തണം എന്നുള്ള ചിന്ത ഇവരുടെ തലയിലേക്ക് കയറിയപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 1 മാസത്തോളം അവർ പാട്ടും ഡാൻസും ഒരുക്കങ്ങളുമായി കരോളിനൊരുങ്ങി. അങ്ങനെ ഈ ക്രിസ്മസിന് ഈ കിഗ്രാമയിൽ നടത്തിയ ക്രിസ്മസ് കരോൾ ഈ രൂപതയിലെ തന്നെ ആദ്യത്തെ കരോൾ അനുഭവമായി മാറി. ഈ നാട്ടിൽ ക്രിസ്തുവിൻ്റെ പിറവിയുടെ സന്ദേശം ആഘോഷത്തോടുകൂടി ഇവർ ഈ ക്രിസ്മസ് കരോളിന് ഗാനങ്ങളും നൃത്തങ്ങളും ഒരുക്കിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ വൈദികർക്ക് നാട്ടിലെ ക്രിസ്മസ് അനുഭവം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവരുടെ ഭാഷയിലുള്ള പാട്ടുകൾ ഞങ്ങൾക്ക് പാടണം, ഡാൻസ് കളിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അവർ തന്നെ യൂട്യൂബിൽ തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് അവർ ഡാൻസിനും കരോളിനുമായിട്ട് ഉപയോഗിച്ചത്. അത് അവരുടെ സ്നേഹം. ഈ ഇടവകയിലെ ജനങ്ങൾ ഹൃദയം നിറയെ സ്നേഹമുള്ളവരാണ്. അതോടൊപ്പം തന്നെ വിശ്വാസവും വിശ്വസ്തതയും ഒക്കെയുണ്ട്. അവർക്ക് വേണ്ടത് അവരുടെ കൂടെ വിശ്വാസത്തിൻ്റെ വഴികളിൽ കൂടെ നിൽക്കാനായിട്ട്, അവരെ സഹായിക്കാനായിട്ട് ആരെങ്കിലുമാണ്. കാരണം അവർക്കും വിശ്വാസത്തിൻ്റെ വഴികളിൽ ഇനിയും ഒത്തിരി ദൂരം നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മഴ നനയുന്ന ക്രിസ്മസ് ദേവാലയങ്ങൾ അടുത്ത ക്രിസ്മസിനെങ്കിലും
മഴ നനയാതെ വിശുദ്ധ ബലി അർപ്പിക്കണമെന്ന് ജനങ്ങൾക്കും വൈദികരായ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ക്രിസ്മസിൻ്റെ ആശംസകൾ, പ്രാർത്ഥനകൾ. ബ്രാൻഡേലിയൻ.